പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം 25 ദിനങ്ങൾ മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകാം. വ്യാഴം വർഷത്തിലൊരിക്കൽ മാറുന്നു. എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം. ശനി 2.5 വർഷം നിൽക്കുന്നു. അതിനിടയിൽ പലപ്പോഴും വക്രിയായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട്. രാഹുകേതുക്കൾ 1.5 വർഷം മാറുന്നു. ആദിത്യൻ മാസത്തിൽ മാറുന്നു. ചന്ദ്രൻ 2.25 ദിനത്തിൽ മാറുന്നു. പലപ്പോഴും ബുധനും ശുക്രനും 30 മുതൽ 45 ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം. ചൊവ്വയും അപ്രകാരമാണ്. ഉദാഹരണമായി ബുധൻ 65 ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. അപ്രകാരം ചൊവ്വ 4 മാസം 120 ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട്. ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഇതായത് ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെയൊരു ചിന്ത നടത്തുന്നത്. ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത. 1201 മകരമാസം 23-ാം തീയതി മുതൽ കുംഭമാസം 17-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി 6 മുതൽ മാർച്ച് 1 വരെയുള്ള 25 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക. വീനസ് ഈസ് ദ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്. വ്യാഴമാണെങ്കിൽ ഇസ് എ സ്പിരിച്വൽ പ്ലാനറ്റ്. മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ. വിവാഹം, ആഡംബരം, വാഹനം വാങ്ങുക, ധൂർത്തടിക്കുക, കാശ്, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. സ്ത്രീകൾ, സുഹൃത്തുക്കൾ, പബ്ബിൽ പോവുക, അടിച്ച് പൊളിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. മേടരാശിക്കാരെ സംബന്ധിച്ചോളം 11-ാം ഭാവം ലാഭഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. ശുക്രൻ ഇവിടെ 2 ഭാവങ്ങളുടെ അധിപനാണ്. ശുക്രൻ ആരാകുന്നു? മേടരാശിക്കാരുടെ കുടുംബ 2-ാം ഭാവം പരിവാരമാണ്. താൻ സംരക്ഷിക്കപ്പെടേണ്ട കുടുംബാംഗങ്ങളാണ്. അതിന് പുറമെ തന്നെ യാത്ര, വിവാഹ വിഷയം, ഇതൊക്കെ ചിന്തിക്കണം. നഷ്ടപ്പെട്ട ധനം, ഇതൊക്കെ ചിന്തിക്കണം ശുക്രനെ കൊണ്ട്. ആ ശുക്രൻ എവിടെ നിൽക്കുന്നു? 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യും. അത് ഉപജയരാശിയാണ്, വർദ്ധനവിനെ സൂചിപ്പിക്കുന്ന രാശിയാണ്. അതിനാൽ ശുക്രൻ്റെ 11-ാം ഭാവത്തിലുള്ള വരവ് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും. ശുക്രന് ചെറിയൊരു മൗഢ്യമുണ്ട്. അതിൻ്റേതായ ചില ക്ലേശങ്ങൾ വരും, ശ്രദ്ധിച്ചാൽ മതി. ഭൃഗുർ ലാഭതോയസ്യ ലഗ്നാൽ സ്വരൂപം മഹീപം ച കുര്യാച്ച സമ്യക്. ലാഭസ്ഥാനത്ത് ശുക്രൻ നിൽക്കുമ്പോൾ സ്വരൂപം, നല്ല രൂപമുണ്ടാകുന്നു. മഹീപം, അദ്ദേഹത്തെ രാജതുല്യനാക്കുന്നു. ലസൽ കീർത്തി സത്യാനുരാഗം ഗുണാഢ്യം മഹായോഗം ഐശ്വര്യ തേജോധികം ച. നല്ല തേജസ്, ഐശ്വര്യം, തേജസ്സൊക്കെ ഉണ്ടാകുന്നു. ലസൽ കീർത്തി സത്യാനുരാഗം ഗുണാഢ്യം, താൻ ഗുണങ്ങളെ കൊണ്ട് ആദ്യനാകുന്നു. തൻ്റെ ക്വാളിറ്റിയാൽ തനിക്ക് ധനം ലഭിക്കുന്നു. സത്യവും ഒക്കെ തനിക്ക് പുലർത്താൻ സഹായിക്കുന്നു. നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം. കുംഭത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ഫലം രവിചക്ഷകതയെ അമരാരി പൂജ്യ സുഭഗ സ്ത്രീ വിജിതോ രഥകുനാരിയാം. കുനാരികളിൽ താല്പര്യം വരും. സുഭഗ സ്ത്രീ വിജിത, സ്ത്രീകൾ തന്നെ ജയിക്കും. താൻ സ്ത്രീകളിലെ ജയിക്കുക. സ്ത്രീ വിജിത, സ്ത്രീഭിഹി വിജിത, തന്നെ സ്ത്രീകൾ ജയിക്കുമെന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. കുനാരികളിൽ രതി വരിക, അത്ര സുഖമില്ലാത്ത സ്ത്രീകളോടുള്ള താല്പര്യം, ആസക്തി വർദ്ധിക്കും. ഇവിടെ 2 വിഷയമാണ്. വിവാഹത്തിന് വളരെ അനുകൂലമാണ്. ചില സ്ത്രീ ബന്ധങ്ങൾക്ക് വളരെ അനുകൂലമാണ്. തനിക്ക് പല രീതിയിലെ ധനാഗമ മാർഗങ്ങൾ വരും. ഇതിനൊക്കെ ഈ 25 ദിനക്കാലം ശുക്രൻ കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സന്താന വിഷയത്തിലേക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. വിവാഹം കഴിഞ്ഞ് ഉടൻ ഗർഭിണികളാവുക, അല്ലെങ്കിൽ IVF മുതലായ ചികിത്സകൾക്ക് വേണ്ടി തങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കാൻ ഈ 25 ദിവസക്കാലം നല്ലതാണ്. എന്തുകൊണ്ടാണ്?
ശുക്രൻ സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. സന്താന സ്ഥാനത്തേക്ക് ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ആ ഭാവത്തിന് ബലം ലഭിക്കുന്നതാണ്. അതിനാൽ അതിനും ഈ ഒരു സമയം അനുകൂലമാണ്. മന്ത്രസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് ലളിതാ സഹസ്രനാമാകാം, ലളിതാ ത്രിശതിയാകാം, ദേവീ മാഹാത്മ്യമാകാം, അല്ലെങ്കിൽ നവഗ്രഹത്തിൽ ഹിമകുന്ദ മൃണാളാഭം ദൈത്യാനം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എന്ന മന്ത്രമാകാം. എല്ലാവർക്കും ശോഭനമായ 25 ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.